ഇത് ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാധാരണ വിഷയമല്ല, ഒരു നിയമ വിഷയമാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഈയടുത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ട്. അതും ഈ പങ്കാളിത്ത സ്ഥാപനങ്ങൾ, അതായത് പാർട്ട്ണർഷിപ്പ് ഫേംസ് വാടകക്കാരായി വരുമ്പോൾ അവരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമകാര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ കയ്യിലുള്ളത് 2025 ഓഗസ്റ്റ് 22-ന് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് പിന്നെ ജസ്റ്റിസ് ജോൺസൺ ജോൺ ഇവർ തീർപ്പാക്കിയ ഒരു കേസിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ രേഖകൾ വെച്ചിട്ട് ഈ വാടക നിയന്ത്രണ നിയമത്തിലെ ചില കുഴപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? ശരി. അപ്പോൾ നിങ്ങളൊരു കെട്ടിട ഉടമയോ അല്ലെങ്കിൽ വാടകക്കാരനോ ഒരുപക്ഷെ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനവുമായി എന്തെങ്കിലും ഇടപാട് നടത്തുന്ന ആളോ ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വാടക കരാർ ഒപ്പിട്ട ശേഷം ആ വാടകക്കാരൻ തന്നെ അതിനെതിരെ തിരിഞ്ഞാൽ നിയമം എന്ത് പറയും? പിന്നെ ആ സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളെയും എല്ലാവരെയും കേസിൽ കക്ഷിയാക്കണോ? കോടതി ഇതിലൊക്കെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങാം, അല്ലേ? ഈ വിഷയത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ആദ്യം തന്നെ ഈ കേസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും തുടങ്ങുന്നത് 1991-ലാണ്. ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തിന് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു. ശരി. അത് കഴിഞ്ഞ് പലതവണ കരാറൊക്കെ പുതുക്കുന്നുണ്ട്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഈ കെട്ടിടത്തിന് പുതിയ ഉടമകൾ വന്നു, ഇപ്പോഴത്തെ സഹ ഉടമകൾ. അവസാനം ഈ പുതിയ ഉടമകളും വാടകക്കാരായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ട്ണറും തമ്മിൽ പുതിയൊരു ഫ്രഷ് വാടക കരാർ ഒപ്പിട്ടു. ഇതുവരെയൊന്നും ആർക്കും തർക്കമല്ല, എല്ലാം ക്ലിയറാണ്. പക്ഷേ ഒഴിപ്പിക്കാൻ കേസ് കൊടുത്തപ്പോൾ വാടകക്കാരന്റെ സൈഡിൽ നിന്നൊരു പ്രധാന വാദം വന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ പഴയ വാടക ബന്ധം അത് നിയമപരമായി അവസാനിപ്പിച്ച് പുതിയ ഉടമകൾക്ക് കെട്ടിടം കൈമാറിയിട്ടില്ല. അറ്റോൺമെന്റ് ഓഫ് ടെനൻസി എന്നൊക്കെ പറയില്ലേ, അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉടമകൾക്ക് ഞങ്ങളെ ഒഴിപ്പിക്കാൻ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നായി വാദം. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമല്ലോ. പഴയ ബന്ധം തീർക്കാതെ പുതിയൊരാൾക്ക് എങ്ങനെ? അവിടെയാണ് നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വം, നമ്മൾ എസ്റ്റോപ്പൽ എന്ന് പറയും, മലയാളത്തിൽ തടസ്സവാദമെന്നും പറയാം, അത് വരുന്നത്. കോടതി അത് ഈ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഏറ്റവും അവസാനമുണ്ടാക്കിയ വാടക കരാറിൽ വാടകക്കാരൻ അഥവാ ആ മാനേജിംഗ് പാർട്ട്ണർ ഇപ്പോഴത്തെ ഉടമകളെ തന്റെ ലാൻഡ് മോഡായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, അവർക്ക് വാടക കൊടുക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെന്റിലൂടെ, ഒരു കരാറിലൂടെ ഒരു ബന്ധം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ബന്ധത്തെ നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് എസ്റ്റോപ്പൽ. ഓഹോ. അപ്പോൾ പഴയ കാര്യങ്ങളിൽ വല്ല സാങ്കേതിക പ്രശ്നമോ വാടകക്കാരന് പറയാൻ ന്യായമോ ഉണ്ടെങ്കിൽ പോലും ഈ പുതിയ കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് അതിന്റെ പ്രസക്തി പോയോ? അതെ, ഒരു പരിധിവരെ അത് ശരിയാണ്. നിങ്ങൾ ഒരാളെ നിങ്ങളുടെ കെട്ടിട ഉടമയായി അംഗീകരിച്ചു, ഒരു കരാർ ഒപ്പിട്ടു, പിന്നെ വന്നിട്ട് അല്ല, നിങ്ങൾ എന്റെ ശരിക്കുള്ള ഉടമയല്ല എന്ന് പറയാൻ ഈ എസ്റ്റോപ്പൽ തത്വം നിങ്ങളെ അനുവദിക്കില്ല. മുൻപ് എന്ത് നടന്നു എന്നതിനേക്കാൾ ഇപ്പൊ നിലവിൽ ഒരു സാധുവായ കരാർ പ്രകാരം ഉടമ വാടകക്കാരൻ ബന്ധമുണ്ടോ, ഇത് മാത്രമാണ് വാടക നിയന്ത്രണ കോടതി പ്രാഥമികമായി നോക്കുന്നത്. വാടകക്കാരൻ തന്നെ ഒപ്പിട്ട ഒരു കരാറിനെ അയാൾക്ക് തന്നെ തള്ളിപ്പറയാൻ പറ്റില്ല. പുതിയ ഉടമയെ അംഗീകരിച്ച സ്ഥിതിക്ക് പഴയ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒഴിപ്പിക്കൽ കേസിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞു. ശരി. അപ്പോൾ എസ്റ്റോപ്പൽ കാരണം ആദ്യത്തെ വാദം പൊളിഞ്ഞു, അത് ക്ലിയറായി. പക്ഷേ ഈ പങ്കാളിത്ത സ്ഥാപനം വാടകക്കാരനാവുമ്പം വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതാണല്ലോ അടുത്ത തർക്കം. അതായത് വാടകക്കാരായ ആ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തെയും പിന്നെ അതിലെ മറ്റു പാർട്ട്ണർമാരെയും കേസിൽ കക്ഷി ചേർത്തില്ല എന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? കേസിനെ ബാധിക്കില്ല അത്? തീർച്ചയായും. അത് വളരെ വളരെ റെലവൻ്റായ ഒരു ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ ഈ കേരള ബിൽഡിംഗ് റെന്റ് കൺട്രോൾ ആക്ടിലെ ടെനന്റ് അഥവാ വാടകക്കാരൻ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നോക്കേണ്ടത്. ആ നിയമത്തിലെ സെക്ഷൻ 2(6) അനുസരിച്ച്. വളരെ സിംപിളായി പറഞ്ഞാൽ, ആർക്കാണോ കെട്ടിട ഉടമയ്ക്ക് വാടക കൊടുക്കാൻ ബാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ വാടക കൊടുക്കുന്നത്, ആ ആളാണ് വാടകക്കാരൻ, വാടക കൊടുക്കാൻ ലീഗലി റെസ്പോൺസിബിളായ ആള്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കമ്പനി പോലെ രജിസ്റ്റർ ചെയ്താലും നിയമത്തിന്റെ കണ്ണിൽ അതിന് സ്വന്തമായി ഒരു വ്യക്തിത്വം കിട്ടുന്നില്ല. അതായത് സ്ഥാപനം വേറെ, പങ്കാളികൾ വേറെ എന്നൊരു ലീഗൽ സെപ്പറേഷൻ ഇല്ല.
അത് ശരിക്കും പങ്കാളികളുടെ ഒരു കൂട്ടായ്മയാണ്. സ്ഥാപനത്തിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതും കരാറിൽ ഏർപ്പെടുന്നതുമൊക്കെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ ബാധ്യതകൾക്ക് എല്ലാ പങ്കാളികൾക്കും കൂടിയുള്ള ഉത്തരവാദിത്വം ജോയിന്റ് ലയബിലിറ്റി. അതുപോലെ ഓരോരുത്തർക്കും പേഴ്സണൽ ലയബിലിറ്റിയും ഉണ്ടാകും. അപ്പോ ഈ കേസിൽ കോടതിയുടെ നിലപാട് വളരെ പ്രാക്ടിക്കലാണ്. സ്ഥാപനത്തിന് വേണ്ടി വാടക കരാറിൽ ഒപ്പിട്ടതും വാടക കൊടുക്കാൻ ബാധ്യസ്ഥനായതും ആരാണ്? മാനേജിംഗ് പാർട്ട്ണർ. അയാളെ ആണല്ലോ കക്ഷി ചേർത്തത്. അപ്പോ അയാൾ ഈ സെക്ഷൻ 26 അനുസരിച്ച് ഒരു വാടകക്കാരനാണ്. അതുകൊണ്ട് സ്ഥാപനത്തിന്റെ പേര് തന്നെ, ആ ഫേമിന്റെ പേര് കേസിൽ കക്ഷിയായി ചേർക്കണോ എന്ന് നിർബന്ധമില്ലെന്നാണ് കോടതി പറയുന്നത്. സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, വാടക കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആള് കേസിലുണ്ടെങ്കിൽ അതു മതി. ഓ, അപ്പൊ അതാണ് കാര്യം. സാധാരണ സിവിൽ കേസുകളിലെ നമ്മളൊരു സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തെ ഒരു കക്ഷിയാക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ എന്താ അത് ബാധകമല്ലാത്തത്? ഈ വാടക കേസുകൾക്ക് അങ്ങനൊരു വ്യത്യാസമുണ്ടോ? ഉണ്ട്. അത് നല്ലൊരു പോയിന്റാണ്. സാധാരണ സിവിൽ കേസുകൾക്ക് ബാധകമായ സിവിൽ പ്രൊസീജിയർ കോഡ്, അതായത് CPC, അതിലെ എല്ലാ റൂൾസും, ഭയങ്കര സ്ട്രിക്റ്റായ റൂൾസ്, ഈ വാടക നിയന്ത്രണ കേസുകൾക്ക് അതേപടി ബാധകമല്ലെന്ന് കോടതി എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു പ്രത്യേക നിയമം. അതിന്റെ ഉദ്ദേശം തന്നെ ഈ വാടക തർക്കങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ തീർപ്പാക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ സിവിൽ കേസുകളിലെ പോലെ കക്ഷി ചേർക്കുന്നതിലെ, അതായത് ജോയിന്റ് ഓഫ് പാർട്ടീസ്, അതിലെ എല്ലാ ടെക്നിക്കൽ നിയമങ്ങളും ഇവിടെ അത്ര കർശനമായി നോക്കേണ്ടതില്ല. വാടക കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആള് കേസിലുണ്ടോ? അതാണ് പ്രധാനം. പണ്ട് 1984 സുപ്രീം കോടതിയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന് സ്വന്തമായി നിയമപരമായ വ്യക്തിത്വമില്ലാത്തതുകൊണ്ട് സ്ഥാപനത്തിന്റെ പേരിൽ മാത്രം ഒഴിപ്പിക്കൽ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി പ്രാക്ടിക്കാലിറ്റിക്കാണ് മുൻഗണന. സ്ഥാപനത്തെ ചേർക്കണ്ട, ശരി, അത് പ്രാക്ടിക്കാലിറ്റിയുടെ ഭാഗം. പക്ഷെ എൻ്റെ ഒരു സംശയം, ഈ സ്ഥാപനത്തിൽ ഒന്നിലധികം പങ്കാളികളുണ്ടാവാലോ. ഈ കേസിൽ മാനേജിംഗ് പാർട്ട്ണറെ മാത്രമേ കക്ഷി ചേർത്തുള്ളൂ, ബാക്കിയുള്ളവരെ ചേർക്കാതിരുന്നത് അതൊരു വീഴ്ചയല്ലേ? അവരുടെ അവകാശങ്ങളെ അത് ബാധിക്കില്ലേ? അതെ, അവിടെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ തത്വങ്ങൾ വരുന്നത്. കോടതി ഈ വിധിയിൽ അതും വ്യക്തമാക്കുന്നുണ്ട്. അതായത് സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളെയും ഓരോരുത്തരുടെയും പേരെടുത്ത് കേസിൽ കക്ഷി ചേർക്കേണ്ട ആവശ്യമില്ല. സ്ഥാപനത്തിനു വേണ്ടി കരാറിൽ ഒപ്പിട്ട, സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്ന, വാടക കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആ മാനേജിംഗ് പാർട്ട്ണർ കേസിലുണ്ടെങ്കിൽ അത് മതി. എന്തുകൊണ്ടാണങ്ങനെ? ഒരാൾ എങ്ങനെയാ മറ്റുള്ളവരെ പ്രതിനിധീകരിക്കുന്നത്? കാരണം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഓരോ പാർട്ട്ണറും ആ സ്ഥാപനത്തിന്റെ സാധാരണ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റെല്ലാ പാർട്ട്ണർമാരുടെയും ഒരു ഏജന്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരാൾ സ്ഥാപനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സാധാരണ ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ളവ, അത് മറ്റുള്ളവരെയും നിയമപരമായി ബാധിക്കും. അപ്പോ മാനേജിംഗ് പാർട്ട്ണർ സ്ഥാപനത്തിനു വേണ്ടി ഈ വാടക കരാർ ഒപ്പിടുമ്പോൾ അയാള് സ്വന്തം കാര്യം മാത്രമല്ല, മറ്റെല്ലാ പാർട്ട്ണർമാരുടെയും താൽപ്പര്യം കൂടിയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അയാളെ കക്ഷി ചേർത്താൽ അത് സ്ഥാപനത്തെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നതിന് തുല്യമായി കണക്കാക്കാം എന്നാണ് നിയമം പറയുന്നത്. അപ്പോ ഈ ഏജന്റ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ പോലും മാനേജിംഗ് പാർട്ട്ണർ പോയി ഒരു കരാർ ഒപ്പിട്ടാൽ ഒഴിപ്പിക്കൽ കേസ് വരുമ്പോൾ സ്ഥാപനവും മറ്റുള്ള പാർട്ട്ണർമാരും പെട്ടുപോകുമോ? അതെ, സ്ഥാപനത്തിന്റെ സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഉദാഹരണത്തിന് ഓഫീസ് നടത്താനൊരു സ്ഥലം വാടകയ്ക്ക് എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് മാനേജിംഗ് പാർട്ട്ണർ കരാർ ഒപ്പിട്ടതെങ്കിൽ അത് മറ്റു പങ്കാളികളെയും ബാധിക്കും, അവരെ നേരിട്ടറിഞ്ഞില്ലെങ്കിൽ പോലും. കാരണം പുറത്തുള്ളൊരാൾ, അതായത് ഇവിടെ കെട്ടിട ഉടമ, അയാളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് സ്ഥാപനത്തിനകത്തെ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അവർ മാനേജിംഗ് പാർട്ട്ണറെ വിശ്വസിച്ച് ഒരു കരാറുണ്ടാക്കുന്നു. ഇനി പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ധാരണകളോ ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ്. അതിന്റെ പേരിൽ കെട്ടിട ഉടമയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ആ സെക്ഷൻ 26 വരും. വാടക കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളെ കിട്ടിയാൽ മതി. സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ XXX പോലുള്ള കക്ഷി ചേർക്കൽ നിയമങ്ങൾ അതിവിടെ അത്ര സ്ട്രിക്റ്റായി നോക്കേണ്ടതില്ലെന്ന് കോടതി വീണ്ടും പറയുന്നുണ്ട്. ശരി ശരി, ഈ ഒരു നിലപാട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കോടതി വിധികളും ഈ കേസിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ?
ആന്ധ്ര, അലഹബാദ്, മദ്രാസ് ഹൈക്കോടതികളുടെയും പിന്നെ സുപ്രീം കോടതിയുടെ തന്നെ പഴയ വിധികളും ഇതേ ആശയം പറയുന്നുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരൊറ്റപ്പെട്ട കാഴ്ചപ്പാടല്ല, ഇത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു തത്വം തന്നെയാണ്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമത്തിലൊരു സ്ഥിരതയും വ്യക്തതയും അത് തരുന്നുണ്ട്. ശരി. ഇനി ഈ പങ്കാളികളെ ചേർക്കാത്ത വിഷയം, അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടും വാദിച്ചല്ലോ. ഈ വാടകക്കാരന് കിട്ടുന്ന ഒരു സംരക്ഷണം, കേരള റെന്റ് കൺട്രോൾ ആക്ടിലെ സെക്ഷൻ 11(3)ന്റെ 2ാം വ്യവസ്ഥ. എന്താണത്, ആ സംരക്ഷണം? സെക്ഷൻ 11(3) പ്രധാനമായും പറയുന്നത് കെട്ടിട ഉടമയ്ക്ക് സ്വന്തം ആവശ്യത്തിന് ബോണഫൈഡ് നീഡെന്ന് പറയും, അതിന് കെട്ടിടം തിരികെ വേണമെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാം എന്നാണ്. പക്ഷേ അതിനൊരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ ഈ 2ാം വ്യവസ്ഥ, സെക്കൻഡ് പ്രൊവിസോ എന്ന് പറയും, അത് വാടകക്കാരന് കൊടുക്കുന്നുണ്ട്. അതായത് വാടകക്കാരന്റെ പ്രധാന ഉപജീവനമാർഗം ആ കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനമാണെന്നും അതേ ടൗണിൽ അല്ലെങ്കിൽ പഞ്ചായത്തില് വേറെ കെട്ടിടം വാടകയ്ക്ക് കിട്ടാനില്ലെന്നും അയാൾ തെളിയിക്കുകയാണെങ്കിൽ, ഉടമയുടെ ആവശ്യം ശരിയാണെങ്കിൽ പോലും അയാളെ ഒഴിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു വലിയ സംരക്ഷണമാണ് വാടകക്കാർക്ക്. അപ്പോൾ ഇവിടെ വാടകക്കാരന്റെ വാദം എന്തായിരുന്നു വെച്ചാൽ, ഈ മറ്റു പങ്കാളികളെ കേസിൽ കക്ഷി ചേർത്തില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഈ സംരക്ഷണം ആവശ്യപ്പെടാനും അവരുടെ ഉപജീവനമാർഗം ഇതാണെന്നും വേറെ സ്ഥലം കിട്ടില്ലെന്നും ഒക്കെ തെളിയിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നായിരുന്നോ? അത് കേൾക്കുമ്പോൾ ഒരു ന്യായം തോന്നുന്നുണ്ടല്ലോ. അതെ, കാഴ്ചയിലൊരു ന്യായം തോന്നാം. പക്ഷെ കോടതി ആ വാദം അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞതിങ്ങനെയാണ്: മറ്റു പങ്കാളികളെ കേസിൽ കക്ഷി ചേർത്തില്ല എന്നതുകൊണ്ട് മാത്രം അവർക്ക് ഈ സംരക്ഷണം ചോദിക്കാനുള്ള അവകാശം ഇല്ലാതാകുന്നില്ല. അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ വരാമായിരുന്നു. കേസിൽ കക്ഷിയല്ലെങ്കിൽ പോലും കോടതിയിൽ വന്ന് പറയാമായിരുന്നു, ഈ കേസ് ഞങ്ങളെയും ബാധിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഈ സെക്ഷൻ 11(3) 2ാം വ്യവസ്ഥ പ്രകാരമുള്ള സംരക്ഷണം കിട്ടണമെന്ന്. അതിനുള്ള തെളിവുകളും കൊടുക്കാമായിരുന്നു. നിയമം അതിനവരെ തടയുന്നില്ല. അതുപോലെ കേസിൽ കക്ഷിയായ മാനേജിംഗ് പാർട്ട്ണർക്ക് താൻ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാ പാർട്ട്ണർമാർക്കും വേണ്ടി ഈ വാദം ഉന്നയിക്കാമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏജന്റ് തത്വം വെച്ച് അയാൾക്കതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ കേസിന്റെ രേഖകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊരു വാദം മാനേജിംഗ് പാർട്ട്ണറോ അല്ലെങ്കിൽ മറ്റു പങ്കാളികൾ സ്വന്തമായിട്ടോ കോടതിയുടെ മുന്നിൽ ഉന്നയിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് കോടതി കണ്ടത്. ഓഹോ, അപ്പോൾ ചുരുക്കത്തിൽ വാടകക്കാരന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഈയൊരു നിയമപരമായ സംരക്ഷണം കിട്ടണമെങ്കിൽ അവര് തന്നെ മുൻകൈയെടുത്ത് അത് അവകാശപ്പെടണം, കോടതിയിൽ അത് തെളിയിക്കണം. അങ്ങനെയല്ലേ? അല്ലാതെ കക്ഷി ചേർത്തില്ല എന്നൊരു ടെക്നിക്കൽ കാരണം പറഞ്ഞ് പിന്നീട് രക്ഷപ്പെടാൻ നോക്കുന്നത് നടക്കില്ല. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഈ സംരക്ഷണം ഒരു അവകാശമാണ്. പക്ഷേ ആ അവകാശം സ്ഥാപിച്ചെടുക്കേണ്ട ഒരു ഭാരം, ഒരു ബാധ്യത വാടകക്കാരനാണ്. അത് ചെയ്യാതെ പിന്നെ കക്ഷി ചേർത്തില്ലാന്ന് കാരണം പറഞ്ഞ് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കോടതി ഇവിടെ വേറൊരു രസകരമായ കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു പക്ഷേ മാനേജിംഗ് പാർട്ട്ണർ ഈ അവകാശവാദം ഉന്നയിക്കാതിരുന്നത് പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും ഒരു ധാരണയുള്ളതുകൊണ്ടായിരിക്കാം. അതെന്തായാലും അത് അവർ തമ്മിലുള്ള ആഭ്യന്തര കാര്യമാണ്. വ്യക്തമായൊരു വാടകക്കരാറിലൂടെ ഒരു നിയമപരമായ ബന്ധം സ്ഥാപിച്ച കെട്ടിട ഉടമ ഈ പങ്കാളികൾ തമ്മിലുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടാൻ പാടില്ല. ഉടമയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വാടകക്കാരന്റെ ഭാഗത്തുള്ള വീഴ്ചകൾക്ക് ഉടമയെ ശിക്ഷിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ലോജിക്. എല്ലാം വളരെ ക്ലിയറായി. അപ്പോൾ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളിയ സ്ഥിതിക്ക് എന്താണ് ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ട്? കോടതിയുടെ തീരുമാനം എന്തായിരുന്നു? അന്തിമമായിട്ട് കോടതി വാടകക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ 2 റിവിഷൻ ഹർജികളും തള്ളി. താഴെയുള്ള കോടതികൾ, അതായത് വാടക നിയന്ത്രണ കോടതിയും അപ്പീൽ അധികാരിയും അവർ കൊടുത്ത ഒഴിപ്പിക്കൽ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. കെട്ടിട ഉടമയുടെ ആവശ്യം, ബോണഫൈഡ് നീഡ്, അത് ന്യായമാണെന്നുള്ള കീഴ്ക്കോടതിയുടെ കണ്ടെത്തലിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല. അതായത് ഉടമയ്ക്ക് കെട്ടിടം വേണം എന്ന് പറയുന്നതിൽ സത്യസന്ധമായ മതിയായ കാരണം ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ ഹൈക്കോടതിയും അംഗീകരിച്ചു. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഫൈൻഡിങ്സ് ഓഫ് ഫാക്റ്റിൽ ഹൈക്കോടതി ഇടപെടാറില്ല. അതിനിടയിൽ വേറൊരു കാര്യവും കൂടി കോടതി നോക്കി.
ഈ കേസിൽ കക്ഷിയല്ലാതിരുന്ന പക്ഷേ ആ സ്ഥാപനത്തിലെ വേറൊരു പങ്കാളിയായ ഒരാളും ഒരു റിവിഷൻ ഹർജി കൊടുത്തിരുന്നു. അയാൾക്കങ്ങനെ ഹർജി കൊടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു ഒരു ചോദ്യം. റെന്റ് കൺട്രോൾ ആക്ടിലെ സെക്ഷൻ 20 അനുസരിച്ച് ഒരു ഓർഡർ കാരണം ആർക്കാണോ ദോഷം സംഭവിക്കുന്നത് ആ കക്ഷിക്ക് എനി പാർട്ടി അഗ്രീവ്ഡ് എന്ന് പറയും, റിവിഷൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോ കേസിൽ നേരിട്ട് കക്ഷിയല്ലെങ്കിൽ പോലും ഈ ഒഴിപ്പിക്കൽ ഉത്തരവ് അയാളെയും ബാധിക്കുമല്ലോ. അതുകൊണ്ട് അയാൾക്ക് ഹർജി കൊടുക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്ന് കോടതി സമ്മതിച്ചു. ആ ഹർജി ഫയലിൽ എടുക്കാവുന്നതാണെന്നും പറഞ്ഞു. പക്ഷേ പ്രധാന ഹർജി, അതായത് മാനേജിംഗ് പാർട്ട്ണർ കൊടുത്ത ഹർജി, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എസ്റ്റോപ്പൽ, കക്ഷി ചേർക്കേണ്ടതില്ല, 11(3) സംരക്ഷണം തെളിയിച്ചിട്ടില്ല, അത് തള്ളിയല്ലോ. അപ്പൊ അതേ കാരണങ്ങൾ വെച്ച് ഈ രണ്ടാമത്തെ പങ്കാളിയുടെ ഹർജിക്കും നിലനിൽപ്പില്ലെന്ന് കണ്ട് അതും തള്ളി. അപ്പോ ഫൈനലി ഒഴിപ്പിക്കൽ ഉത്തരവ് ശരിവച്ചു. പക്ഷേ അവർക്ക് ഒഴിയാൻ വല്ല സാവകാശവും കൊടുത്തോ? പെട്ടെന്ന് ഇറങ്ങണമെന്നാണോ പറഞ്ഞത്? കൊടുത്തു. ഒഴിപ്പിക്കൽ ഓർഡർ ശരിവെച്ചെങ്കിലും ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് കെട്ടിടം സ്വയം ഒഴിഞ്ഞു പോകാൻ വാടകക്കാരന് 3 മാസത്തെ സമയം കോടതി അനുവദിച്ചു. പക്ഷേ അത് വെറുതെ സമയം കൊടുക്കുകയല്ല ചെയ്തത്, അതിന് ചില സ്ട്രിക്റ്റ് കണ്ടീഷൻസും വെച്ചു. ഓ, എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ്? പ്രധാനമായിട്ടും 3 എണ്ണം. 1, വരുന്ന നവംബർ 19, 2025-നകം കെട്ടിടം ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് സമ്മതിച്ച് ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കണം. 2, അതുവരെയുള്ള എല്ലാ വാടക കുടിശ്ശികയും അത് 1 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കണം. പോരാത്തതിന് ഈ 3 മാസത്തെ വാടകയും കൃത്യമായി മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കണം. 3, ഈ സമയത്തിനുള്ളിൽ കെട്ടിടം വേറെ ആർക്കും കൈമാറാനോ അവിടെ വേറെ ആരെയും താമസിപ്പിക്കാനോ ഒന്നും പാടില്ല. ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ ഈ കൊടുത്ത സമയം ക്യാൻസലാകും. കെട്ടിട ഉടമയ്ക്ക് അപ്പോൾ തന്നെ കോടതി ഉത്തരവ് നടപ്പാക്കി കെട്ടിടം ഒഴിപ്പിച്ചെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പം നമ്മളിന്ന് ഈ ഹൈക്കോടതി വിധിയിലൂടെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായിട്ട്, ഒരു വാടകക്കരാർ ഒപ്പിട്ട് ഉടമ വാടകക്കാരൻ ബന്ധം നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ എസ്റ്റോപ്പൽ എന്ന നിയമതത്വം സമ്മതിക്കില്ല. പുതിയ കരാറിനാണ് പ്രാധാന്യം. 2, വാടകക്കാരൻ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ ഒഴിപ്പിക്കൽ കേസിൽ ആ സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, വാടക കൊടുക്കാൻ ബാധ്യതപ്പെട്ട മാനേജിംഗ് പാർട്ട്ണറെ മാത്രം കക്ഷിയാക്കിയാൽ മതി. സ്ഥാപനത്തെയോ എല്ലാ പങ്കാളികളെയോ നിർബന്ധമായി കക്ഷി ചേർക്കണമെന്നില്ല. റെന്റ് കൺട്രോൾ നിയമത്തിന്റെ ഒരു ലളിതമായ രീതിയാണ് പ്രധാനം. 3, നിയമം വാടകക്കാരന് കൊടുക്കുന്ന സംരക്ഷണം. ഉദാഹരണത്തിന് ആ സെക്ഷൻ 11(3) രണ്ടാം വ്യവസ്ഥയിലുള്ള ഉപജീവനമാർഗത്തിന്റെ സംരക്ഷണം. അതൊക്കെ കിട്ടണമെങ്കിൽ അത് കേസിൽ കൃത്യമായിട്ട് ആവശ്യപ്പെടണം, അതിനുള്ള തെളിവ് കൊടുക്കണം. അതിന്റെ ഭാരം വാടകക്കാരന് തന്നെയാണ്. തീർച്ചയായും ഈ കേസും അതിലെ കോടതിയുടെ കണ്ടെത്തലുകളും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ വാണിജ്യപരമായ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ചൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം പോലെ ഒന്നിലധികം ആളുകൾ ഉൾപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ വ്യക്തവും കൃത്യവുമായ ഡോക്യുമെന്റ്സിന്, അതായത് ഈ വാടക കരാറ് പോലുള്ള ലീഗൽ എഗ്രിമെന്റ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ വിധി അടിവരയിടുന്നു. ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം പോലുള്ള ഒന്നിലധികം ആളുകൾ ഉൾപ്പെടുന്നിടത്ത് ഒരു വാടക കരാർ എന്നത് വെറുമൊരു കടലാസല്ല. അത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള തർക്കങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. ഓരോ പങ്കാളിയുടെയും അവകാശങ്ങൾ, അതുപോലെ കെട്ടിട ഉടമയെപ്പോലെയുള്ള പുറത്തുള്ളവരോടുള്ള ബാധ്യതകൾ, അതെല്ലാം അതിൽ ക്ലിയർ ആവും. പങ്കാളികൾ തമ്മിൽ അണിയറയിൽ എന്തു ധാരണയുണ്ടായാലും പുറത്തുള്ള ഒരു കക്ഷിയുമായുള്ള ബന്ധത്തെ അത് ബാധിക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല ക്ലിയറായ കരാറുകൾക്ക് പറ്റും. ഒരുപക്ഷെ ബിസിനസ് ആവട്ടെ അല്ലാതാവട്ടെ അത് എത്രത്തോളം സേഫാണ്, അതിലെ വ്യവസ്ഥകളൊക്കെ എത്ര ക്ലിയർ ആണ് എന്ന് ഒന്നുകൂടി നോക്കാൻ ഈ ചർച്ച ഒരു പ്രചോദനമായേക്കാം. കാരണം ഒരു ചെറിയ അവ്യക്തത അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അതുപോലും പിന്നീട് വലിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഈ കേസ് അത് കാണിച്ചു തരുന്നുണ്ടല്ലോ. വളരെ ശരിയാണ്. ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിലുള്ളതും വ്യക്തമായതുമായ ഒരു വിശകലനം നൽകിയതിന് വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കുചേർന്ന നിങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാവിനും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.